പാകിസ്ഥാന്റെ സ്ട്രാറ്റജിക് ഗെയിം ഇതുവരെ നമ്മൾ കൂടുതലായി കണ്ടത് സൗത്ത് ഏഷ്യയിലാണ്. ഇന്ത്യ ബോർഡർ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ഗൾഫ്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ ഒരു പുതിയ ദിശയിലേക്ക്, ഒരു ഡയറക്ഷനിലേക്ക് നീങ്ങുകയാണ്. ആഫ്രിക്ക. അതും സാധാരണ ആഫ്രിക്കയല്ല, ലോകത്തിലെ ഏറ്റവും നിർണായകമായ മാരിടൈം ചോക്ക് പോയിന്റ്സിൽ ഒന്നായ ബാബൽ മന്ദബിന്റെ തൊട്ടടുത്തുള്ള സൊമാലിയയിലേക്ക്. ഒരു വശത്ത് റെഡ് സീ, മറുവശത്ത് ഗൾഫ് ഓഫ് ഏഡൻ, അതിനപ്പുറം ഇന്ത്യൻ ഓഷ്യൻ, അതിനിടയിൽ അൽ ഷബാബ് പോലുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പ്സ്. അതേസമയം സൊമാലിലാൻഡിനെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ ജിയോ പൊളിറ്റിക്കൽ ക്രൈസിസ്. ഇതിന്റെ നടുവിലാണ് പാകിസ്ഥാൻ സൊമാലിയുമായിട്ട് ഡിഫൻസ് കോഓപ്പറേഷൻ ശക്തമാക്കുന്നത്. JF-17 ഫൈറ്റർ ജെറ്റ്സ് വാങ്ങാനുള്ള നീക്കങ്ങൾ, മിലിറ്ററി ട്രെയിനിങ്, കൗണ്ടർ ടെററിസം കോഓപ്പറേഷൻ, സെക്യൂരിറ്റി അസിസ്റ്റൻസ്, ഇപ്പോൾ അതിന് പിന്നാലെ നേരിട്ടുള്ള ഡിഫൻസ് പാക്റ്റും. അപ്പോൾ ചോദ്യം വളരെ സിമ്പിൾ ആണ്. പാകിസ്ഥാൻ എന്തിനാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ സൊമാലിയയിൽ ഇത്ര വലിയ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് കാണിക്കുന്നത്? ഇത് വെറും ഫൈറ്റർ ജെറ്റ് ബിസിനസ് ആണോ, അതോ പാകിസ്ഥാൻ ആഫ്രിക്കയിൽ ഒരു പുതിയ സൈനിക നീക്കം നടത്തുകയാണോ? എന്തുകൊണ്ടാണ് സൊമാലിയ പാകിസ്ഥാന്റെ പുതിയ സ്ട്രാറ്റജിക് ഫ്രണ്ടിയർ ആയിട്ട് മാറുന്നത്? പരിശോധിക്കാം. നമുക്ക് ആദ്യം ജിയോഗ്രഫി ഒന്ന് പരിശോധിക്കാം. ആഫ്രിക്കൻ വൻകരയുടെ കിഴക്കേ അറ്റത്തുള്ള രാജ്യമാണ് സൊമാലിയ. ഗൾഫ് ഓഫ് ഏഡൻ, റെഡ് സീ, ബാബൽ മണ്ടബ് സ്ട്രേറ്റ് എന്നിവയുടെ തൊട്ടടുത്താണ് ഇതിന്റെ കിടപ്പ്. റെഡ് സീയിൽ നിന്ന് ഇന്ത്യൻ ഓഷ്യനിലേക്കുള്ള ഗേറ്റ് വേ ആണിത്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 30% ഇന്ത്യയുടെ കയറ്റുമതിയുടെ 50% കടന്നു പോകുന്നത് ഈ ബാബൽ മന്ദബ് കടലിടുക്ക് വഴിയാണ്. പാകിസ്ഥാന് ഏറെ കാലമായിട്ട് അറേബ്യൻ കടലിൽ ഇന്ത്യയുടെ ശക്തമായ നാവികസേനാ സാന്നിധ്യത്തെ ഭയമുണ്ട്. അപ്പോൾ ഇന്ത്യയെ നേരിടണമെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മറുഭാഗത്ത്, അതായത് വെസ്റ്റ് ഏഷ്യയിലും ആഫ്രിക്കയിലും വാതിലായ സൊമാലിയയിൽ സാന്നിധ്യം ഉറപ്പിക്കണം. ഇതാണ് പാകിസ്ഥാന്റെ പ്ലാൻ. ഇതൊരു വെറും നിഗമനം മാത്രമല്ല. 2026 ഓഗസ്റ്റ് ആദ്യവാരം സൊമാലിയൻ പ്രതിരോധ മന്ത്രി അഹമ്മദ് മാലിൻ ഫിഖി ഇസ്ലാമാബാദിലെത്തി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫുമായിട്ട് സൈനിക കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഈ കരാർ പ്രകാരം സൊമാലിയൻ സൈന്യത്തിന് പാകിസ്ഥാൻ മിലിറ്ററി ട്രെയിനിങ് നൽകും. 2 കൗണ്ടർ ടെററിസത്തിനും മാരിടൈം സെക്യൂരിറ്റിക്കുമായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യും. 3 പാകിസ്ഥാന്റെ JF-17 തണ്ടർ യുദ്ധവിമാനങ്ങൾ സൊമാലിയയ്ക്ക് വിൽക്കാൻ ചർച്ചകൾ നടക്കുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം 24 JF-17 തണ്ടർ ബ്ലോക്ക് 3 ഫൈറ്റർ ജെറ്റ്സ് വാങ്ങാൻ നീക്കം നടക്കുന്നുണ്ട്. ഇനി ഈ ഒരു പാക്കേജ് വാല്യൂ ഏകദേശം $900 മില്യൺ ആണ് എന്ന് കരുതപ്പെടുന്നു. ഈ ഡീൽ ഫൈനലൈസ് ചെയ്താൽ സൊമാലിയയുടെ 1991 സ്റ്റേറ്റ് കൊളാപ്സിന് ശേഷമുള്ള ഏറ്റവും വലിയ ഡിഫൻസ് എക്വിസിഷൻസിൽ ഒന്നായിരിക്കും. പക്ഷെ ഇതിലും വലിയൊരു കളിയുണ്ട്. ഇതിന് പിന്നിൽ തുർക്കിയും ചൈനയുമാണ്. അതായത് സൊമാലിയയിൽ ഇതിനകം തന്നെ തുർക്കിക്ക് ടോക്സോം എന്ന വലിയ സൈനിക താവളമുണ്ട്. തൊട്ടടുത്തുള്ള ജിബൂട്ടിയിൽ ചൈനയ്ക്ക് തങ്ങളുടെ ആദ്യ വിദേശ നാവികസേനാ താവളമുണ്ട്. തുർക്കിയുടെയും ചൈനയുടെയും തണലിൽ പാകിസ്ഥാൻ കൂടി സൊമാലിയയിലേക്ക് കടക്കുമ്പോൾ അറേബ്യൻ കടലിൽ ഒരു ആന്റി ഇന്ത്യ മാരിടൈം ആക്സസ് രൂപപ്പെടുകയാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, സൊമാലിയ കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായിട്ട് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, സിവിൽ കോൺഫ്ലിക്റ്റ്, ടെററിസം എന്നിവയുമായിട്ട് പോരാടുകയാണ്. അതിൽ ഏറ്റവും വലിയ സെക്യൂരിറ്റി ത്രെറ്റ് ഇപ്പോഴും അൽ ഷബാബ് ആണ്. അൽ ഖ്വയ്ദയുമായി ബന്ധമുള്ള ഈ മിലിറ്റന്റ് ഗ്രൂപ്പ് സൊമാലിയയിൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഗവൺമെന്റ് ഫോഴ്സസിനെ ടാർഗറ്റ് ചെയ്യുന്നു, സെക്യൂരിറ്റി ഇൻസ്റ്റലേഷൻസ് ആക്രമിക്കുന്നു, സിവിലിയൻ പോപ്പുലേഷനിലും വലിയ ഭീഷണി സൃഷ്ടിക്കുന്നു. അതിനാൽ സൊമാലിയയ്ക്ക് ഒരു മോഡേൺ മിലിറ്ററി ബിൽട്ടപ്പ് ആവശ്യമുണ്ട്. എയർ പവർ വേണം, ഇന്റലിജൻസ് വേണം, സ്പെഷ്യൽ ഫോഴ്സസ് വേണം, ഡ്രോൺസ് വേണം, നേവൽ കേപ്പബിലിറ്റി വേണം, കോസ്റ്റൽ സർവേലൻസ് ശക്തമാക്കണം. ഇവിടെയാണ് ടർക്കി, US, UAE, ഖത്തർ, ഈജിപ്ത്, സൗദി തുടങ്ങിയ രാജ്യങ്ങളുടെ ആ ഒരു ഇൻവോൾവ്മെന്റ് വന്നത്. ഇപ്പോൾ പാകിസ്ഥാനും ഈ ഒരു ലിസ്റ്റിലേക്ക് ശക്തമായിട്ട് കടന്നു വരികയാണ്. ഇനി ഇത് ഇന്ത്യക്ക് എത്രത്തോളം ഭീഷണിയാണെന്ന് ചോദിക്കുമ്പോൾ, അറേബ്യൻ കടലിൽ പൈറേറ്റ്സിനെതിരെയും ഹൂതി ആക്രമണങ്ങൾക്കെതിരെയും ശക്തമായിട്ട് പോരാടുന്നത് ഇന്ത്യൻ നാവികസേനയാണ്. പാകിസ്ഥാൻ നാവികസേന സൊമാലിയൻ തീരങ്ങളിൽ താവളം ഉറപ്പിച്ചാൽ ഇന്ത്യയുടെ എണ്ണ കപ്പലുകളെയും ചരക്ക് കപ്പലുകളെയും നിരീക്ഷിക്കാനും തടസ്സപ്പെടുത്താനും അവർക്ക് എളുപ്പമാകും. പക്ഷേ ഇന്ത്യ അടങ്ങിയിരിക്കുകയല്ല, ഒരിക്കലുമല്ല. ഒന്ന്, സൊമാലിലാൻഡ് കാർഡുണ്ട്. സൊമാലിയയിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന സൊമാലിലാൻഡ് എന്ന പ്രദേശത്തെ തന്ത്രപ്രധാന ബെർബറ തുറമുഖവുമായി ഇന്ത്യ നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ ശക്തമാക്കുന്നുണ്ട്. 2, കൗണ്ടർ പൈറസി മാസ്റ്ററിയാണ്. അതായത് ഇന്ത്യൻ നാവികസേന ആഫ്രിക്കൻ തീരങ്ങളിൽ കാണിക്കുന്ന കരുത്ത് ഇതിനകം തന്നെ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. 3, ഇന്ത്യൻ ഓഷ്യൻ ആധിപത്യം. കടലിൽ ചൈന പാകിസ്ഥാൻ സഖ്യത്തിന്റെ നീക്കങ്ങളെ നേരിടാൻ ഇന്ത്യ തങ്ങളുടെ P-8 ടൈപ്പ് പൊസൈഡൻ വിമാനങ്ങളും അന്തർവാഹിനികളും വഴി മേഖലയിൽ കർശന നിരീക്ഷണം ഉറപ്പാക്കിയിട്ടുണ്ട്. ഒരു കാലത്ത് ലോകം സൊമാലിയയെ കുറിച്ച് സംസാരിക്കുന്നത് പൈറസി, ഫെമൈൻ, സിവിൽ വാർ, അൽ ഷബാബ് എന്നൊക്കെ ആയിരുന്നു. ഇന്ന് അതേ സൊമാലിയയുടെ കോസ്റ്റ് ലൈനിനെ ചുറ്റിപ്പറ്റി ടർക്കി, ചൈന, സൗദി അറേബ്യ, പാകിസ്ഥാൻ, UAE, ഇസ്രായേൽ, ഇന്ത്യ, അമേരിക്ക
പല ശക്തികളും അവരുടേതായ സ്ട്രാറ്റജിക് കാൽക്കുലേഷൻസ് നടത്തുകയാണ്. കാരണം സൊമാലിയയുടെ യഥാർത്ഥ വാല്യൂ അതിന്റെ ഭൂമിയിൽ മാത്രമല്ല, അതിന്റെ ലൊക്കേഷനിലും കൂടിയാണ്. ഇപ്പോൾ പാകിസ്ഥാൻ അവിടെ ഫൈറ്റർ ജെറ്റ്സ് എത്തിക്കാൻ ശ്രമിക്കുന്നു. ടർക്കി മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നു. സൗദി അറേബ്യ ബ്രോഡർ സെക്യൂരിറ്റി നെറ്റ്വർക്കിലേക്ക് സൊമാലിയെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ചൈന എൻഗേജ്മെന്റ് തുടരുന്നു. ഇന്ത്യൻ ഓഷ്യൻ സെക്യൂരിറ്റി ആംഗിളിൽ ശ്രദ്ധിക്കുന്നു. അതിനാൽ അടുത്ത വർഷങ്ങളിൽ സൊമാലിയയിൽ നടക്കുന്ന മാറ്റങ്ങൾ ആഫ്രിക്കയുടെ മാത്രം കഥ ആയിരിക്കില്ല. അത് റെഡ് സീ മുതൽ അറേബ്യൻ സീ വരെ നീളുന്ന ഒരു വലിയ പവർ ഗെയിം തന്നെ ആയിരിക്കും. ഒരു കാര്യം ഉറപ്പാണ്, പാകിസ്ഥാന്റെ സ്ട്രാറ്റജിക് മാപ്പ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ മാത്രം അവസാനിക്കുന്നില്ല, അത് സൊമാലിയ വരെ എത്തിക്കഴിഞ്ഞു. പക്ഷെ സൊമാലിയ പാകിസ്ഥാന്റെ പുതിയ ഫ്രണ്ടിയർ ആകുമോ, അല്ലെങ്കിൽ മറ്റൊരു വലിയ ജിയോ പൊളിറ്റിക്കൽ ട്രാപ്പ് ആകുമോ? അത് തീരുമാനിക്കുന്നത് ഫൈറ്റർ ജെറ്റ്സ് അല്ല, സൊമാലിയയുടെ സ്വന്തം സ്റ്റെബിലിറ്റി, അൽ ഷബാബിനെതിരായ പോരാട്ടം, റെഡ് സീയിലെ സെക്യൂരിറ്റി, പിന്നെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ലോങ് ടേം പവർ ബാലൻസ് ആയിരിക്കും. കരയിൽ അതിർത്തി തർക്കങ്ങൾ നടക്കുമ്പോൾ തന്നെ കടലിൽ ഇന്ത്യയെ തളയ്ക്കാൻ പാകിസ്ഥാൻ കണ്ടെത്തിയ പുതിയ അതിർത്തിയാണ് സൊമാലിയ. എന്നാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ യഥാർത്ഥ സംരക്ഷകർ തങ്ങളാണ് എന്ന് തെളിയിച്ച ഇന്ത്യൻ നാവികസേനയ്ക്ക് മുന്നിൽ പാകിസ്ഥാന്റെ ഈ ആഫ്രിക്കൻ നീക്കം എത്രത്തോളം വിജയിക്കുമെന്നത് കണ്ടറിയണം. ചൈനയുടെ പണം കൊണ്ട് പാകിസ്ഥാൻ കളിക്കുന്ന ഈ തന്ത്രം ഇന്ത്യ കൃത്യമായി തന്നെ പൊളിക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.